അപ്പം ഒരു CS സ്റ്റുഡൻസിനെ പുറത്തുനിന്ന് നോക്കിക്കാണുന്നത് ഒരു പുസ്തകപ്പൂയായിട്ട് അല്ലെങ്കിൽ ഫുൾ ടൈം ബുക്കിൻ്റെ മുമ്പിൽ ഇരിക്കുക അങ്ങനെ ഒരു ഇതാണ്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ലായിരുന്നു. ഞങ്ങൾ പുറത്തുള്ള ഒരു കോളേജ് ക്യാമ്പസിൽ പോലെ തന്നെ ഇപ്പം കൾച്ചറൽ പരിപാടി ആവട്ടെ എല്ലാത്തിനും ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഹലോ ഗൈസ്, വി ആർ ടീം ഇന്റർ കുക്കീസ്. ഞങ്ങൾ റീസെൻ്റ്ലി January 2025 CA ഇൻ്റർമീഡിയറ്റ് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സായവരാണ്. ലക്ഷ്യ എന്ന് പറയുന്നത് ഒരു ഡ്രൈവർ പോലെയാണ്. നമ്മളിവിടെ കാറ് സ്റ്റാർട്ടാക്കി വെച്ചാൽ മതി, ലക്ഷ്യം നമ്മളെ ആ എഡ്യൂക്കേഷൻ്റെ ടോണിൽ ഡ്രൈവ് ചെയ്ത് അങ്ങ് കൊണ്ടുപോയിക്കോ. ഇവിടെ നടത്തിയ വീക്കിലി എക്സാമും അതേപോലെയുള്ള എല്ലാ എക്സാമും നല്ല രീതിയിൽ എൻ്റെ സക്സസ്സിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള ലൈബ്രറി, ഇവിടെയുള്ള സ്റ്റഡി ഹാള്, അതേപോലെ എല്ലാം എൻ്റെ സക്സസ്സിൻ്റെ ഒരു ഭാഗമാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുപോലെ നമ്മളെ മെൻറ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെൻറ്റേഴ്സും കോർഡിനേറ്റേഴ്സും ഒക്കെ നമ്മൾ നല്ല സപ്പോർട്ട് ചെയ്യും. നമ്മളെപ്പോലെ തന്നെ നമ്മളെ കൂട്ടത്തിലുള്ള ആളെ പോലെ തന്നെ ആയിരുന്നു എല്ലാ ഫാക്കൽറ്റീസും. ഞാൻ CA ഇൻ്ററിൻ്റെ സ്റ്റഡി ലീവിൻ്റെ 1 month മുമ്പ് ഞാൻ പഠനത്തിൽ നല്ല രീതിയിൽ താഴോട്ട് വന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. ആ ടൈമിൽ ശാലിനി മാം പോലെയുള്ള നല്ല മെൻറ്റേഴ്സ് വന്നിട്ട് അവരുടെ ഒരു മോട്ടിവേഷൻ ശേഷം ആ 1 month പ്ലസ് സ്റ്റഡി ലീവ് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ് ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഈ രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നത്. There was a competition. അവർക്ക് സക്സസ് ആവണമെന്നുള്ള കോമ്പറ്റീഷൻ ഈ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഇടയിലും ഒരിടത്തും അവർ മിസ് ചെയ്തില്ല. ആൻഡ് ദിസ് സക്സസ് സ്റ്റോറി വിൽ കണ്ടിന്യൂ. ഇപ്പോൾ ഇത് മാത്രമല്ല, ഇനി ഒരുപാട് സക്സസ് സ്റ്റോറീസ് ലക്ഷ്യന്ന് വരാനുണ്ട്. ആൻഡ് സോ പ്രൗഡ്. ഇതൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ സക്സസ് സ്റ്റോറിയാണ്. ആ ഫ്രണ്ട്ഷിപ്പാണ് ഇന്ന് ഞങ്ങൾ CA ഫൗണ്ടേഷനും ഇൻ്ററും ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായി നിൽക്കുന്നത്. ഇത് ഞങ്ങളുടെ സ്റ്റോറിയാണ്.